എൻ്റെ ഫ്രിഡ്ജ് ബോക്സിലെ ചീരകൃഷിയുടെ വിളവെടുപ്പ് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം പുഴുത് മാറ്റിയിട്ട് ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് ചീരയും കൂടെ നടാൻ പോവാണ്. മുമ്പ് ഫ്രിഡ്ജ് ബോക്സിൽ നട്ട ബാക്കി കുറച്ച് വിത്തും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണിന്ന് നടുന്നത്. ഒരു തവണ ചീര നട്ടതിൽ പിന്നെ വേറെ ഏതെങ്കിലും വിത്ത് നടുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ പിന്നെ വിത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാൻ ചീര നട്ടതെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ബോക്സിൽ കരിയില നിറച്ചിട്ടായിരുന്നു. അതിന് മുകളിലാണ് പോട്ടി മിക്സ് ഇട്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇവയെല്ലാം ചേർത്തിട്ടത്. ഇപ്പോൾ ആ കരിയിലെല്ലാം അലിഞ്ഞു ചേർന്ന് മണ്ണിൽ വളമായിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണെല്ലാം നമുക്ക് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കരിയില ഇട്ടിട്ട് പോട്ടി മിക്സ് ഒന്നും കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഒരു സൈഡിലേക്ക് മണ്ണുകളെല്ലാം മാറ്റിയിട്ട് ഒരു സൈഡിലായിട്ട് കരിയില ഇട്ട് കൊടുക്കാം. അതിലേക്ക് പിന്നെ ഈ മാറ്റി വെച്ച മണ്ണ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ചെയ്തിട്ട് അപ്പുറം സൈഡും ഇതുപോലെ തന്നെ കരിയില ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. കരിയില ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണ് വളരെ കുറച്ച് മതിയാവും. പിന്നെ നമുക്ക് ഈ ഫ്രിഡ്ജ് ബോക്സ് എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാനും പറ്റും. കരിയില ഇട്ടതിന് ശേഷം പഴയ മണ്ണ് നിരത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിരത്തി ഒന്ന് ലെവലാക്കിയതിന് ശേഷം അതിൽ വിത്ത് പാകാം. അതിനായിട്ട് വിത്തിൽ കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ചീരവിത്ത് പാകിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണലെടുത്ത് ചെറിയ രീതിയിൽ ഇട്ട് കൊടുക്കാം. വിത്തിൻ്റെ മുകളിലായിട്ട് ഒരുപാട് മണ്ണ് ഇട്ട് കൊടുക്കരുത്. കുറച്ച് മണ്ണ് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഒരുപാട് ഇട്ട് കൊടുത്താൽ വിത്ത് മുളയ്ക്കാൻ പാടായിരിക്കും.
വേറൊരു ഫ്രിഡ്ജ് ബോക്സിലും ഇതുപോലെ ചീര നട്ടിരുന്നതാണ്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് പയർ വിത്തുകൾ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ ആ ഫ്രിഡ്ജ് ബോക്സും സെറ്റ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കുഴിയുണ്ടാക്കി അതിലേക്ക് പയർ വിത്തുകൾ നട്ടു കൊടുക്കാം. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പയർ വിത്തും മുളച്ച് കിട്ടും. നേരത്തെ ഫ്രിഡ്ജ് ബോക്സ് ഒരുക്കിയതുപോലെ തന്നെയാണ് ഈ ഫ്രിഡ്ജ് ബോക്സ് ഒരുക്കിയത്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കാം. ഇതാ 2 ദിവസം കഴിഞ്ഞപ്പോൾ ചീര വിത്തുകളെല്ലാം ചെറുതായിട്ട് മുള വച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.